ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ ഡിസൈൻ നോക്കാം. ഇത് വെഡ്ഡിങ് സാരി ബ്ലൗസിലും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് സാരിയിൽ ബ്ലൗസിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിസൈനാണ്. അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ആദ്യമേ തന്നെ ഇങ്ങനെയൊരു ഷേപ്പിൽ ഒരു ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ച് ഒരു 3 അല്ലെങ്കിൽ 4 ലെയറിൻ്റെ ഗോൾഡൻ കളർ ബീഡ്സ് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിലും വരും. നടുവിലായിട്ടൊരു മിറർ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ ഈ 2 ഭാഗത്തായിട്ട് സാറ്റിൻ സ്റ്റിച്ചാണ് വരുന്നത്. മുകളിൽ റെഡും താഴ്ഭാഗത്തായിട്ട് ബ്ലൂ ആണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ഗോൾഡൻ കളർ ബീഡ്സ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പല സൈഡുകളിലോട്ടും ആ ഒരു പീകോക്ക് ഫെദറിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ പല സൈഡിലോട്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ അതിൽ നമ്മൾ ഗോൾഡൻ കളറ് ബീഡ്സാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ താഴോട്ടും ഇതേ സെയിം പാറ്റേണിൽ എല്ലാത്തിലും ഗോൾഡൻ കളറ് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു മയിൽപ്പീലിയുടെ ഒരു പാറ്റേണിലാണ് ഇത് ചെയ്യുന്നത്. അതിനായിട്ട് വേണ്ടത് ഗോൾഡൻ കളർ ബീഡ്സ്. ഇപ്പോൾ നമുക്കിങ്ങനെ മീറ്റർ വൈസിൽ ഇങ്ങനത്തെ മേടിക്കുവാണെങ്കിൽ കോർക്കൊന്നും ചെയ്യണ്ട. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു മീറ്ററിന് 10 റുപ്പീസാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ വർക്കെല്ലാം ചെയ്യാൻ നല്ല ഈസിയാണ്. അതുപോലെ തന്നെ വേണ്ടത് ത്രെഡ്. ഞാൻ നൈലോൺ ത്രെഡാണ് എടുക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു 2 കളർ എടുക്കുന്നുണ്ട്. നൈലോൺ ത്രെഡ് അല്ലെങ്കിൽ ആങ്കർ പേൾ കോട്ടൺ എന്നും പറയും. ഡിസൈന് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഒരു മിറർ, ഒരു ചെറിയൊരു മയിൽപ്പീലിയുടെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. നമ്മൾ ഒരു ഷേപ്പിൽ വരും. എന്നിട്ട് ഇതിൻ്റെ പല സൈഡുകളിലോട്ടും ബ്രാഞ്ചുകൾ, പിന്നെ താഴോട്ടും ഈ ഗോൾഡൻ കളർ ബീഡ്സാണ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു മിറർ, ഭാഗത്തായിട്ടൊരു മിറർ കൊടുക്കാം. ഇതിൻ്റെ ഈ ഇത്രോ ഭാഗത്ത് സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതൊരു ബ്ലൂ കളറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട് ഒരു ഗോൾഡൻ കളർ ബീഡ്സിൻ്റെ ഒരു ലെയർ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പിന്നെയും വരുന്നത് റെഡ് കളർ വർക്ക്. സിക്സ് സ്ട്രാൻഡ്സിൻ്റെ 2 ലെയർ നൂല് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതേ ലൈനിൽ കൂടെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ റെഡിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് റെഡ് കഴിഞ്ഞിട്ട് ഇത്രയോ ഭാഗത്തായിട്ടൊരു ഗോൾഡൻ കളർ ഇത് കൊടുക്കണം, ബീഡ് കൊടുക്കണം. കറക്റ്റ് അളവിലുള്ളതെടുത്ത് കട്ട് ചെയ്ത് ഇതിങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട്. അവിടെ നമുക്കിങ്ങനെ ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഇതൊന്ന് തയ്ച്ചു കൊടുക്കാം.
ഗം കൊണ്ട് ഒട്ടിച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമുക്ക് ഒരു മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് നാൾ ഒന്ന് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി നമുക്ക് ഇതിന് ചുറ്റുമുള്ള ഭാഗം ഈ ഗോൾഡൻ കളർ കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് വരാം. നമ്മൾ ഒരു ലെയർ കഴിഞ്ഞ് ഇതുപോലെ തന്നെ 3 ലെയറാണ് വരുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് സെയിം രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ 3 ലെയറും കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ സൈഡിലോട്ടെല്ലാം ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. അത് നമുക്കിനി കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ ഈ സെയിം പാറ്റേണിൽ ചുറ്റുമുള്ള ബ്രാഞ്ചസ് നമുക്ക് ഒട്ടിക്കാം. അതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ താഴോട്ടും ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഈ വെഡ്ഡിങ് ബ്ലൗസിൽ അതുപോലെ തന്നെ സെറ്റ് സാരിയിൽ ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയമെടുക്കും. അതിന് പകരം ആദ്യമേ തന്നെ ഒരു ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഇതെല്ലാം ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.